അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതിൽ വരുന്നതാണ് ഫണ്ട് റേസിംഗ് ബൈ ബിസിനസ് യൂണിറ്റ്സ്. അപ്പോൾ ഓരോ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും എന്ത് വേണം? അവരുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട്സ് വേണം, ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് വേണം. അപ്പോൾ അവർക്ക് ഇത് എവിടെ നിന്ന് ഈ ഫണ്ട് കിട്ടുന്നത്? അവർക്ക് കിട്ടുന്നത് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലെൻഡേഴ്സിനായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇവർക്ക് ഫണ്ട് കൊടുക്കും. ഇവരെ അതിന് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ആ ഫണ്ട് അത് യൂസ് ചെയ്യും. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാർക്കറ്റ് that facilitates transfer of funds between investors or lenders and borrowers and or users. അതായത് ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ബോറോവേഴ്സും തമ്മിൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഒന്നാമത് വെച്ചാൽ ഈ മണി കൊടുക്കുന്ന ആളുകൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് കളക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവർ തമ്മിൽ കുറച്ച് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരിക്കും. ഇവർ മൂന്ന് പേരും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു ട്രേഡിംഗ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ബേസിലാണ് ഇവർ മൂന്ന് പേരും ലിങ്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഷെയർസ്, ബോൺസ്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് മണി മാർക്കറ്റ്, രണ്ടാമത് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്. അതിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് ടേം ഫണ്ട്സിനും ലോങ് ടേം ഫണ്ട്സിനും രണ്ട് ടേമിൽ നമുക്ക് മണി ബിസിനസ്സുകാർക്ക് മണി ആവശ്യമുണ്ട്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാർക്കറ്റാണ്. അതിൻ്റെ പീരീഡ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 year ആയിരിക്കും. പിന്നെന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, കമേഴ്ഷ്യൽ പേപ്പർ, അതുപോലെ ട്രഷറി ബിൽസ്, ഇതൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ എന്താ പറയാ ഈ ഒരു ടേബിളിൽ തന്നിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാങ്കിന് ആർ ബി ഐന്ന് പൈസ വാങ്ങിക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ നിന്ന് ലെൻഡ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാങ്ക് ആർ ബി ഐന്ന് എടുക്കുമ്പോൾ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്? ഒന്ന് റെപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിങ്. അപ്പോൾ എന്താണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്? അതായത് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഏത് റേറ്റിലാണോ ഈ ബാങ്ക് ആർ ബി ഐന്ന് നമുക്ക് പൈസ കിട്ടുന്നത്, അതായത് ബോറോ ചെയ്യുന്നത്. ഓരോ ബാങ്കായാലും ആർ ബി ഐന്ന് ചിലപ്പോൾ മണി ബോറോ ചെയ്യും. അത് ഏത് റേറ്റിലാണോ ആ റേറ്റിന് വിളിക്കുന്ന പേരാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് റെപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത് 90 days ആയിരിക്കും. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ആ റേറ്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 90 days മുതൽ 1 year ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി ആണ്. അതായത് ബാങ്ക് എന്ത് ചെയ്യാണ്? ആർ ബി ഐന്ന് മണി ബോറോ ചെയ്യാണ്, പക്ഷെ ഫോർ ഒരു ഡേക്ക് അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മണി ബോറോ ചെയ്യുന്നത്. ഇനി അടുത്ത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് കോൾ മണി, നോട്ടീസ് മണി, ടേം മണി. അത് മൂന്നെന്താന്ന് നോക്കാം. കോൾ മണി എന്ന് പറയുന്നത് ബാങ്ക് ടു ബാങ്ക് ബോറോയിങ് ഫോർ 1 day. ഒരു ഡേക്കാണ് ബോറോ ചെയ്യുന്നതെങ്കിൽ കോൾ മണി എന്ന് വിളിക്കും. 2 to 14 days ബോറോ ചെയ്യുന്നതെങ്കിൽ അതിന് നോട്ടീസ് മണി എന്ന് വിളിക്കും. അതുപോലെ തന്നെ 15 days മുതൽ 1 year ആണെങ്കിൽ ടേം മണി എന്ന് വിളിക്കും. ഇനി ബാങ്ക്സ് ബോറോ ഫ്രം ബിഗ് കോർപ്പറേറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്താണ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിന്റെ മിനിമം എമൗണ്ട് 1 lakh, അതുപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 1 lakh ആണ്. പിന്നെ മെച്യൂരിറ്റി ഫോർ ബാങ്ക്സ് പറയുന്നത് 7 days മുതൽ 1 year ആണ്. മെച്യൂരിറ്റി ഫോർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 1 to 3 years ആണ്. അടുത്ത് പറയുന്നത് കമേഴ്ഷ്യൽ പേപ്പർ ആണ്. കമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സ് ഹാവിംഗ് നെറ്റ് വർത്ത് മോർ ദാൻ 4 crore. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് പോയാൽ മതി, ഒന്ന് പോയിന്റൊക്കെ ജസ്റ്റ് പഠിച്ചാൽ മതി. അതിന്റെ കൊല്ലമൊന്നും ചോദിക്കണമെന്നില്ല. അപ്പോൾ ഈ ടേബിൾ പഠിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ. അതായത് ഓരോ ആളുകൾ നമ്മൾ ഓരോ ബാങ്ക്, ഇപ്പോൾ ബാങ്ക് ആർ ബി ഐന്ന് ബോറോ ചെയ്യുമ്പോൾ അത് ബാങ്ക് തമ്മിൽ ബോറോ ചെയ്യുമ്പോൾ, അതുപോലെ കോർപ്പറേറ്റ്സ് ബോറോ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ടേബിൾ നോക്കി വെച്ച് പഠിച്ചാൽ മതി. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു
അതായത് ലോങ് ടേം ഫണ്ട്സിനാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ ടൈപ്പ് സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത്? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് ഒക്കെയാണ് അതിൻ്റെ സെക്യൂരിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗവൺമെൻറ് സെക്യൂരിറ്റീസും, രണ്ടെന്ന് പറയുന്നത് കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റും. ഓക്കെ, അപ്പോൾ ഈ സെക്യൂരിറ്റീസ് ആരൊക്കെയാണ് വാങ്ങിക്കുന്നത്? ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, പ്രൊവിഡന്റ് ഫണ്ട്സ്, പിന്നെ RBI, ഇൻഡിവിജ്വൽസ്, ഇവരൊക്കെയാണ് ഈ സെക്യൂരിറ്റീസ് വാങ്ങുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റാണ്. അതായത് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? ലോങ് ടേം ഫണ്ട്സ് ഈ കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി മാർക്കറ്റ്, ഒന്ന് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കമ്പനി ഫസ്റ്റ് ടൈമായിട്ട് അവരുടെ ഷെയർസ് സെല്ല് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മാർക്കറ്റ്. അതിന് വേറെ പേരെന്ന് പറയുന്നത് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നാണ്. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് നമുക്ക് ഈക്വിറ്റി മാർക്കറ്റായിട്ടും ഡെപ്റ്റ് മാർക്കറ്റായിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഈക്വിറ്റി മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ഈക്വിറ്റി ഷെയർ, റെഫറൻസ് ഷെയർസ്, റൈറ്റ് ഇഷ്യൂ. പിന്നെ ഡെപ്റ്റ് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് വെച്ച് പോയാൽ മതി. ഇനി പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക? അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക? ഒന്നെന്ന് പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അതായത് ഒരു കമ്പനി ആദ്യമായിട്ട് ആർക്ക് പബ്ലിക്കിന് എന്ത് ചെയ്യുന്നു? അവരുടെ ഷെയർസ് ഓഫർ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഇനി FPO എന്ന് പറയുന്നത് ഫോളോ അല്ലെങ്കിൽ ഫർദർ ഓൺ പബ്ലിക് ഓഫർ. അതായത് ഈ IPO കഴിഞ്ഞിട്ടുള്ള കമ്പനി ഷെയർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? FPO എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കമ്പനിക്ക് അഡീഷണൽ ആയിട്ട് ഫണ്ട് വേണം. അപ്പോൾ അവർ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ആ ഫണ്ട് കളക്ട് ചെയ്യും. അതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ when a company offers its securities to select a group of persons not exceeding 200, it is called private placement. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡറി മാർക്കറ്റാണ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ല, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ നമ്മൾ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് മണി മാർക്കറ്റിൽ അത് ഷോർട്ട് ടേമിനാണ് യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേമിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടിലും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ ആണെങ്കിൽ അത് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരും. മണി മാർക്കറ്റിൽ വരുന്നത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ട്രഷറി ബിൽസ് ഒക്കെ മണി മാർക്കറ്റിൽ വരും. പിന്നെ പാർട്ടിസിപ്പൻസ് നോക്കുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ വരുന്ന ഇതിലാണ്, ഈ മണി മാർക്കറ്റിലാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബ്രോക്കേഴ്സ്, അതൊക്കെ വരുന്ന ഇതിലാണ്, ഈ ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. പിന്നെ റെഗുലേറ്ററി ബോഡി എന്ന് പറയുമ്പോൾ മണി മാർക്കറ്റിൽ RBI ആണ് കൺട്രോൾ ചെയ്യുന്നത്, മറ്റേതിൽ SEBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ട്, അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ ഡിമാറ്റ് അക്കൗണ്ടും ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് മാർക്കറ്റ്സ് ആണ്, വേർ പീപ്പിൾ ബൈ, സെൽ ആൻഡ് ഇഷ്യൂ ഷെയർസ് ഓഫ് പബ്ലിക്കലി ഹെൽഡ് കമ്പനീസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് മാർക്കറ്റ്സ് ആണ്. അവിടെ ആളുകൾക്ക് എന്ത് ചെയ്യാം? ഒരു കമ്പനിയുടെ സെല്ല് ചെയ്യാം, അതായത് ഷെയർസ് സെല്ല് ചെയ്യാം, ബൈ ചെയ്യാം, അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അതൊക്കെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്, ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ രണ്ട് തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഷെയർസും സെക്യൂരിറ്റീസും ഒക്കെ ഇലക്ട്രോണിക്കലി ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഷെയർസിനും സെക്യൂരിറ്റീസും ഒക്കെ നമുക്ക് ഇലക്ട്രോണിക്കലി ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെല്ല് ചെയ്യാനും, അതായത് ഷെയർസ് സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് സെൻസെക്സും നിഫ്റ്റിയാണ്. അതായത് സെൻസെക്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇൻഡെക്സ് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറേ തൗസൻഡ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഓരോ കമ്പനീസിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴേക്കും കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെക്ടറിൽ ഒരു സെറ്റ് ഓഫ് കമ്പനീസ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും, എന്നിട്ട് അവരെ ഒരു ഗ്രൂപ്പ് ആക്കും. ആ ഗ്രൂപ്പിൽ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ കുറേ കമ്പനീസ് ഉണ്ട്, ആ കമ്പനീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ മാർക്കറ്റിന്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സെക്ടറിലും ഓരോ സെറ്റ് ഓഫ് കമ്പനീസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ആക്കും. ആ ഗ്രൂപ്പിന് വിളിക്കുന്ന പേരാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കമ്പനീസ് പിക്കപ്പ് ചെയ്യുന്നത് ഏത് ബേസിസിലാണ്? ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പിന്റെ ബേസിസിലാണ് ഓരോ കമ്പനീസ് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് സെൻസെക്സ് നോക്കാം. അപ്പോൾ സെൻസെക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ കമ്പനീസ് എന്ത് ചെയ്യും, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തും. അതിനുശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആവും. എങ്ങനെയായിട്ട്? BSE ആയിട്ടോ അല്ലെങ്കിൽ NSE ആയിട്ടോ ലിസ്റ്റഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഷെയർസ് ബൈ ചെയ്യാനോ സെല് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സെൻസെക്സ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് ഇൻഡെക്സ്, അതാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻഡെക്സ് BSEയുടെ ഒരു ഇൻഡെക്സ് ആണ് എന്ന് പറയുന്നത് സെൻസെക്സ് എന്ന് പറയുന്നത്. അതിൽ 30 കമ്പനീസ് ഇതുവരെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അതാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ഈ നിഫ്റ്റി എന്ന് പറയുമ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50, അതിൽ 50 കമ്പനീസ് ആണുള്ളത്. NSEയുടെ ബെഞ്ച് മാർക്കാണ് എന്ന് പറയുന്നത് നിഫ്റ്റി എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1996-ലാണ്. അപ്പോൾ ഇത്രയാണ് 4th മോഡലുള്ളത്.